എല്ലാവർക്കും നമസ്കാരം. ടോപ്പ് 1 UK അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് അമേരിക്കയിൽ ട്രംപ് അധികാരത്തിൽ വന്നപ്പോൾ ആദ്യം തന്നെ ഒരു നിയമം പാസ്സാക്കുകയുണ്ടായി. അവിടെ ജനിക്കുന്ന വിദേശ ആളുകളുടെ മക്കൾക്ക് അവിടെ സിറ്റിസൺഷിപ്പ് കൊടുക്കുക എന്നുള്ള നിയമം മാറ്റുക എന്നുള്ളത് തന്നെയായിരുന്നു ആ നിയമം. അതിനെതിരെ വലിയ പേടി ഉളവാക്കുന്ന ഒരു സാഹചര്യം മറ്റു രാജ്യക്കാർക്ക് ഉണ്ടായിരുന്നു. അമേരിക്കയിൽ ജന്മാവകാശ പൗരത്വം നിർത്തലാക്കാനുള്ള ഡൊണാൾഡ് ട്രംപിൻ്റെ ഉത്തരവിന് ഇപ്പോൾ സ്റ്റേ ലഭിച്ചിരിക്കുകയാണ്. ജന്മാവകാശ പൗരത്വം നിർത്തലാക്കാനുള്ള ഡൊണാൾഡ് ട്രംപിൻ്റെ ഉത്തരവിന് താത്കാലിക സ്റ്റേ ലഭിച്ചിരിക്കുന്നു. നടപടി നഗ്നമായ ഭരണഘടനാ ലംഘനമാണെന്ന് വ്യാഴാഴ്ച ഫെഡറൽ ജഡ്ജ് ഉത്തരവിട്ടു. ആയിരക്കണക്കിന് കുടിയേറ്റക്കാർക്ക് വലിയ ആശ്വാസം നൽകുന്നതാണ് പുതിയ കോടതി ഉത്തരവ്. അമേരിക്കൻ പ്രസിഡന്റ് സത്യപ്രതിജ്ഞ ചെയ്ത് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അമേരിക്കയിൽ ജനിക്കുന്ന കുട്ടികൾക്ക് സ്വയമേവ പൗരത്വം നൽകുന്നത് തടഞ്ഞുകൊണ്ടുള്ള എക്സിക്യൂട്ടീവ് ഉത്തരവ് ട്രംപ് ഒപ്പുവെച്ചിരുന്നു. മുൻ റിപ്പബ്ലിക് പ്രസിഡന്റ് റൊണാൾഡ് ട്രംപ് റീഗൻ നിയമിച്ച സിയാറ്റിൽ ആസ്ഥാനമായുള്ള US ജില്ലാ ജഡ്ജി ജോൺ കഫനൂർ ആണ് ഉത്തരവിട്ടിരിക്കുന്നത്. ഡെമോക്രാറ്റുകളുടെ ഭരണത്തിലുള്ള 4 സ്ഥലങ്ങളായ വാഷിംഗ്ടൺ, അരിസോൺ, ഇല്ലിനോയ്സ്, ഒറിഗോൺ എന്നിവ നൽകിയ ഹർജിയിലാണ് താത്കാലിക ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. രണ്ടാമതും ഭരണത്തിലെത്തിയതിനു ശേഷം ട്രംപ് എടുത്ത കടുത്ത കുടിയേറ്റ നിയമങ്ങൾക്കെതിരെ ആദ്യത്തെ നിയമപരമായ തിരിച്ചടിയാണ് ഇത് എന്ന് അഭിപ്രായപ്പെടുന്നു. അതുകൊണ്ട് തന്നെ താൽക്കാലികമായി ആശ്വസിക്കാമെങ്കിലും ട്രംപ് ഏതെല്ലാം രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരും എന്നുള്ളത് വരും ദിവസങ്ങളിൽ കണ്ടു തന്നെ അറിയണം. ഇതുപോലത്തെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ന്യൂസുകൾ നിങ്ങളിലേക്ക് ലഭിക്കുന്നതിനായി ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അടിക്കുക. നിങ്ങൾ